MSFന്റെ പ്രൊമോ സോങ്ങിൽ എന്തുവാ ഇമ്രാൻഖാനോ ഞെട്ടിയോ? എനിക്ക് തോന്നുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ഞെട്ടിക്കാണും. കോൺഗ്രസ്സുകാർക്ക് വലിയ ഞെട്ടലൊന്നുമില്ല. കാര്യം ഇവർക്ക് എല്ലാവരുടെയും മറുപിള്ള കുഴിച്ചിട്ടേക്കുന്ന അവിടെയാണല്ലോ. കമ്മ്യൂണിസ്റ്റുകാർ ഞെട്ടാൻ സാധ്യത, സംഘികൾ എന്തായാലും ഞെട്ടിക്കാറില്ല. കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇവരുടെയൊക്കെ വാപ്പ പണ്ടേ ഇമ്രാൻഖാനാണെന്ന്. അത് പേടിക്കണ്ട. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത് തന്നെ എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഇവരുടെ ചരിത്രം 1950കളോ 40കളോ 30കളോട് കൂടി നിൽക്കും. പക്ഷെ അങ്ങനെയല്ല. ആരാണ് നമ്മുടെ ബംഗ്ലാദേശ് വിഭജനത്തിന് കാരണക്കാരായി തീർന്നതെന്ന് വെച്ചാൽ അത് ഒരു മുസ്ലിം ലീഗാണ്. പാകിസ്ഥാൻ എങ്ങനെയാണ് കഷ്ണം കഷ്ണമായി പറക്കി ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ അതിനും കാര്യം മുസ്ലിം ലീഗാണ്. അങ്ങനെ ഈ രണ്ട് പ്രദേശങ്ങളിലോട്ടും വണ്ടി കിട്ടാതായി പോയ ആൾക്കാർ, എനിക്ക് തോന്നുന്നത് ഇന്ത്യ വിഭജിച്ചത് കേരളത്തിലുള്ള മുസ്ലിങ്ങളെ അറിഞ്ഞിട്ടേ ഇല്ല. വണ്ടി കിട്ടാതായി പോയ കുറെ എണ്ണം ഇപ്പോഴും ഉത്തരേന്ത്യയിൽ കിടപ്പുണ്ട്. കേരളത്തിലുള്ള ഒരു കാലം കുറെ കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു അറിഞ്ഞത് ഇന്ത്യ വിഭജിച്ചു, അതിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി പാകിസ്ഥാനും ബംഗ്ലാദേശും പറഞ്ഞ രണ്ട് രാജ്യങ്ങളുണ്ടായി. അയ്യോ നമുക്ക് പോകാൻ പറ്റില്ല എന്ന് ചിന്തിച്ചപ്പോൾ ഒരുപക്ഷെ മുസ്ലിം ലീഗിന്റെ സ്ഥാപക നേതാക്കൾ ചിന്തിച്ച് കാണും, നമുക്ക് ഇവിടെ ഒരു മുസ്ലിം ലീഗ് ഉണ്ടാക്കാം, എന്നിട്ട് മതമാണ് 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 പ്രശ്നം, എന്നിട്ട് 9 വർഷം കിട്ടാത്ത ആനുകൂല്യങ്ങൾ കിട്ടണം, പിന്നെയും എന്നിട്ട് നമ്മുടെ മാതൃഭൂമിയുടെ കായിൽ ഇരുന്നൊരു പെൺകുട്ടി പറഞ്ഞു കേട്ടില്ലേ, മതത്തിന് വേണ്ടി തന്നെയാണ് നമ്മൾ നിലകൊള്ളുന്നത്, അത്രേ ഉള്ളൂ. മതത്തിന് വേണ്ടി മതം മതം മതം, എല്ലായിടത്തും മതം, ചിന്തിക്കുന്നതും നിൽക്കുന്നതും നോക്കുന്നതും സംസാരിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും മതം. എന്നിട്ട് മതേതരത്വം പഠിക്കേണ്ടത് ഞങ്ങളും. ഇവർക്ക് മൊത്തം മതം, മതമേ തിന്നു, മതത്തിലേ ഉറങ്ങൂ, മതം തിന്നുകൊണ്ടേ ജീവിക്കുള്ളൂ, മതം നോക്കിയേ സംസാരിക്കുള്ളൂ, മതേതരത്വം പഠിക്കേണ്ടത് ബാക്കിയുള്ളവരും. സൗകര്യമില്ല. നിനക്കൊക്കെ മതേതരത്വം പഠിപ്പിക്കാൻ പറ്റിയ രണ്ട് ടീമുകളുള്ളൂ, ഒന്ന് കോൺഗ്രസ്സുകാരും പിന്നെ കമ്മ്യൂണിസ്റ്റുകാരും. ഈ രണ്ടിലും കിടക്കുന്ന ഹിന്ദുക്കൾ മോഴകളുണ്ട്, അവരെ നിങ്ങൾ അങ്ങോട്ട് മതേതരത്വം പഠിപ്പിക്കുക. നിന്റെയൊക്കെ ഈ വർഗീയതയുടെ മൂർത്തിമത് ഭാവങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഈ മതേതരത്വം ഉണ്ടല്ലോ, എനിക്കത് ദഹിക്കത്തില്ല. മനസ്സിലായില്ല? അതുകൊണ്ട് ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട. നിങ്ങൾക്ക് അവിടെ അങ്ങോട്ട് പാലും അമൃതും കൊണ്ടൊഴിച്ചാൽ ചിലപ്പോൾ ഗുരുവായൂരപ്പന്റെ ഫോട്ടോയും തങ്ങളെ ഫോട്ടോയൊക്കെ അവരൊരുമിച്ച് വെച്ച് പാലഭിഷേകം നടത്തുമായിരിക്കും. ഈ ഇമ്രാൻഖാനെ വാപ്പയെ കൊണ്ട് നടക്കുന്നവന്മാരൊന്നും നമ്മളടുത്ത് വന്നിട്ട് ഇനി മതേതരത്വം ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. മനസ്സിലായില്ലേ? അപ്പോ മതമാണ് 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 പ്രശ്നം, മതേതരത്വമാണ് മുസ്ലിം ലീഗ്. അയ്യാടാ ആഴുക.